സാറേ, ഇതിൽ വലിയ സംഭവമൊന്നുമില്ല. ടോയ്ലറ്റ് തെന്നി വീണു, തലയിടിച്ചു മരിച്ചു, ക്ലീൻ. സംസാരിച്ചവരെല്ലാവരും ചെയ്യണം. പക്ഷെ ഇവർക്കൊക്കെ ഒരു സംശയമുണ്ട്. രണ്ടാമത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു സംശയമുണ്ട്. കാരണം അത് അവരെ സംശയിക്കുന്നതിന് അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അന്ന് സുരേഷ് ഗോപി കല്യാണത്തിന് കണ്ടപ്പം പിന്നെ ഞാനങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളിങ്ങനെ നകുലിനെ വീണ്ടും നടക്കുമോ അപ്പം ചേട്ടാ അതല്ല എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അത് ആ ചോദിച്ചതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഈ ഇദ്ദേഹം വന്നില്ലായിരുന്നെങ്കിൽ സത്യമായിട്ട് നടക്കില്ലായിരുന്നു. കാരണം ഞാൻ മറ്റോരോ തിരക്കുകളാണ്. ഒരു മണിച്ചിത്താഴ് 31 കൊല്ലമായി, അതേപോലെ ഗോഡ് ഫാദർ ഉണ്ട്. ഇത് രണ്ടാമത് ചെയ്യണം. ഇപ്പോൾ സ്ഫടികം വന്ന് കണ്ടപ്പോൾ നമുക്കിങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒന്ന് ആലോചിച്ചാലും ആ ആലോചന നേരെ വിളക്കുമ്പോൾ ഉണ്ടാകില്ല. പക്ഷേ ഇത് അദ്ദേഹം സ്വന്തമായിട്ട് എന്നെ നിർബന്ധിച്ച് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് വന്നപ്പോൾ അദ്ദേഹം സിനിമയിൽ എന്നെപ്പോലെ തന്നെ ഒരുപാട് എന്നെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ്. എല്ലാ സിനിമയിലും ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് 500 സിനിമകളെ നെഗറ്റീവായിരിക്കുന്നത്. എൻ്റെ അടുത്ത് കൂടി വന്നാൽ പരമാവധി വരെ എത്ര സിനിമകളെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇദ്ദേഹം അത് പഠിച്ച വ്യക്തി. അപ്പം അദ്ദേഹത്തിന് ധൈര്യമായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ ആ ചോദ്യം അങ്ങ് ചോദിച്ചത് ശരിയാണ്. അവരിങ്ങനെ ചോദിച്ച് എപ്പോഴും നടക്കുമെന്നുള്ളത് ഇപ്പോഴാണ് യാഥാർത്ഥ്യമായി. ഇനിയിപ്പോൾ അവരെന്നെ എല്ലാവരും ഇൻവോൾവ് സാധിക്കും. എല്ലാവർക്കും ഒരു സിനിമ നമ്മൾ ബേസിക്കലി ഉണ്ടാക്കുന്നത് എന്താണ്? ആർട്ടിസ്റ്റ് ആയാലും ഡയറക്ടർ ആയാലും പ്രൊഡ്യൂസർ ആയാലും ടെക്നീഷ്യൻ ആയാലും അതിൻ്റെ പരസ്യം സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കണം, ജനങ്ങൾ കാണണം. സിനിമയുടെ ബേസിക് എന്താണ്? ഏത് സിനിമ ആയിക്കോട്ടെ ജനങ്ങൾ കാണണം. അത് അപ്പം നമ്മൾ രണ്ടാമതും വീണ്ടും പുതിയ തലമുറയ്ക്ക് ഇവിടെ മുമ്പിലേക്ക് വരികയില്ല. അപ്പം ഇതിനോട് പിന്നെ ഇതിൻ്റെ ഡയറക്ടർക്കും എല്ലാവർക്കും അതേപോലെ ആർട്ടിസ്റ്റും എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമല്ലേ. അതിലാർക്കും നടക്കണം എന്നുള്ള കാര്യമായിട്ടുള്ളൂ, നടത്തണം. ഇപ്പോൾ ദൈവം സ്വീകരിച്ചപ്പം നടക്കാൻ പോകുന്ന ഒരു കാര്യം എന്നുള്ളൊരു ജനങ്ങളെ അറിയിക്കുക. അതിന് ജനങ്ങളെ അറിയിക്കുക അങ്ങനെ ചോദിച്ചത് നിങ്ങളെ ബോധ്യപ്പെടുത്തുക. അതൊക്കെ അതാണ് ഇപ്പോൾ നടക്കുന്നത്. ഇല്ല, അന്നത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ ഫാസിൽ സാറിനെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ 11 സിനിമകളാണ് എൻ്റെ കയ്യിൽ കൂടെ വന്നിരിക്കുന്നത്. 11 സിനിമകൾ. ഞാൻ ആലപ്പുഴയ്ക്ക് കോഴിക്കോട് ഞാൻ ഇപ്പോഴും പറയാനുള്ളതായി പറഞ്ഞു എല്ലാവർക്കും അറിയാം. സ്റ്റേറ്റ് ബസ്സിൽ സിനിമ പിടിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം അത് എന്നെ പ്രൊഡ്യൂസറായിട്ട് കണക്കാക്കിയിട്ടില്ല. കാരണം അങ്ങനെയാണല്ലോ സിനിമയിലേക്ക് വരുന്ന പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞൊരു ബഹുമാനം കിട്ടും. വല്ല ചാൻസ് ചോദിച്ചു വന്ന ആളാണെന്നായിരിക്കും അദ്ദേഹം വിചാരിക്കും. കുഴപ്പമായിട്ട് എന്നോട്ട് പറഞ്ഞു. അങ്ങനെ നിരന്തരമായിട്ട് ഒരു 1.5 വർഷം ശല്യപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് എന്നെ അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്നത്, പ്രൊഡ്യൂസറാക്കിയത്. ഇദ്ദേഹം സഹായിച്ച് 11 സിനിമകൾ ചെയ്യാൻ വന്നു. അപ്പം അങ്ങ് ചോദിച്ച പോലെ ഇത് അങ്ങനെ പോലെ ഓടുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ആർക്കും ഓടും എന്നൊരു സിനിമ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു കൊല്ലം ഓടുന്നു, 31 വർഷം രണ്ടാമത് വരുന്നു, അങ്ങനത്തെ ഒരാൾക്കും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ കഥയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഫാസിൽ എന്ന സംവിധായകൻ സാധാരണ സംവിധായകൻ വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മഞ്ഞിൽ പിരിഞ്ഞു പോക്കടോ, മാമോട്ടിക്കുട്ടിയോ, നോക്കത്തോ ദൂരത്തോ ഒക്കെ ആക്കെ സിനിമ കണ്ടിട്ട് ഞാൻ ഈ ചെറുപ്പത്തിൽ സിനിമ പിടിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരേ ഒരു ഡയറക്ടറാണ് ഇദ്ദേഹം മാത്രം. അത് അവസാനം എല്ലാ സിനിമയും കഴിയുമ്പോൾ നോക്കത്താ ദൂരത്ത് എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ ചെല്ലുന്നത്. അതെന്നെ ചെല്ലാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമ ഇഷ്ടപ്പെട്ടത് മാത്രമല്ല, ഞാൻ ഇപ്പോഴും
നിങ്ങളോടൊക്കെ സാക്ഷ്യത്തിൽ പറയുന്നു, നമ്മളൊന്നും വേണ്ട വിധത്തിൽ ചർച്ച ചെയ്തിട്ടില്ലാത്ത നോക്കത്താൻ ദൂരത്തുള്ള സിനിമയുടെ ക്ലൈമാക്സ് എന്താണ്? ഒരു പുറത്തെ വാതിൻ്റെ ഒരു കോളിംഗ് ബെല്ല് പിടിപ്പിക്കുക. ആ കോളിംഗ് ബെല്ലിന് പിന്നെ എത്ര കാലത്തേക്കുള്ള ചരിത്രമുണ്ട്. അത് അന്നും ഇന്നും പ്രേക്ഷകരത് വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഒരു സിനിമയുടെ ക്ലൈമാക്സ് എന്താണ്? കോളിംഗ് ബെല്ല് വിളിച്ച് പടം തീർന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചിന്തിച്ചു നോക്കി എന്നെങ്കിലും വരും. അത് വലിയൊരു ഡയറക്ടറൊക്കെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം കഥാതിരക്കൽ സംവിധാനം എൻ്റെ സിനിമയല്ല, അദ്ദേഹം തന്നെയാണ് നിർമ്മിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നു. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ കുറിച്ചിട്ടു, എൻ്റെ ഡയറക്ടർ ഫാസിൽ സാറായിരുന്നു. ആ ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ നിങ്ങളെ തുറന്നു പറയുകയാണ് എന്തുകൊണ്ട് ഫാസിൽ സാറിനെ പോയി. ഇപ്പം അങ്ങ് ചോദ്യത്തിൻ്റെ ഒരു മറുവശമുണ്ട്, ഈ സിനിമ ഓടുമെന്ന് തോന്നിയിരുന്നു ചോദിച്ചപ്പോൾ അതിൻ്റെ മറുവശമാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് ഓടുമെന്ന് തോന്നിയതിന് കാരണമാണ് ഫാസിൽ എന്ന ഡയറക്ടർ. അത് ചില സിനിമകൾ അദ്ദേഹത്തിൽ പരാജയപ്പെട്ടുകൊണ്ടായിരിക്കും. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒരു സിനിമ പരാജയപ്പെടുന്നത് ഒരിക്കലും കഥയുടെ കുഴപ്പം മാത്രമല്ല, കാസ്റ്റിംഗ് വേണം, അതിൻ്റെ പല കാര്യങ്ങളുണ്ട്. സിനിമകളൊക്കെ കേൾക്കാം, അതൊന്നും കൂടുതലായിട്ട് പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കേണ്ട കാര്യമൊന്നും അതുകൊണ്ടാണ്. എൻ്റെ ഒരു അതുല്യ ഡയറക്ടറാണ്. മണിച്ചിത്രത്താഴിന് മാത്രം അവകാശപ്പെടാൻ പറ്റാവുന്ന ഒരുപാട് പ്രത്യേകതകൾ ആ കാലത്തേണ്ടായിരുന്നു. ആദ്യമായിട്ട് സെക്കൻഡ്